ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടോണറാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതും വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടോണറാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ നമുക്കറിയാം, ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ് പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ് അല്ലേ. ഡ്രൈനെസ്, പിഗ്മെൻറ്റേഷൻ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്? നമ്മൾ സ്കിന്നിനെ മാക്സിമം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാതെയും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള കാര്യമാണ്. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, അൺഈവൺ, ഇതെല്ലാം തന്നെ നമുക്ക് കാണുന്ന ഒരു സമയം കൂടിയാണ്. കാരണം അത്രയും കാലം ഒരു 40 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 30 മുതൽ നമ്മൾ സ്കിൻ കെയർ നിർബന്ധമാണ് ചെയ്തിരിക്കണം എന്നുള്ളത്. 40-ലും നമ്മളിത് അറിയുന്നില്ല, ചെയ്യുന്നില്ല. 45-ലും നമ്മൾ അപ്പോഴേക്കും നമ്മളുടെ സ്കിന്നിൻ്റെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ടാവും. പതിയെ. കാരണം നമ്മളുടെ സ്കിന്നിന് സെൽസിന് എന്ത് വേണം? നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യണം, ഈർപ്പം വേണം. നമ്മളിതൊന്നും ചെയ്യുന്നില്ല, പ്രോപ്പർ സ്കിൻ കെയർ ഇല്ല. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സ്കിന്നിൻ്റെ സെൽസ് എല്ലാം തന്നെ ഇങ്ങനെ ആദ്യം തന്നെ നമുക്കത് അറിയില്ല. പുറത്തേക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതെല്ലാം തന്നെ നമ്മൾ പുറത്ത് കാണപ്പെടുന്നത്. പതുക്കെ നമുക്ക് ആദ്യം ചെറിയ ഡാർക്ക് സ്പോട്ടായിട്ട് കാണും. അത് പതിയെ ഇങ്ങനെ സ്പ്രെഡായി വരും. ആദ്യം 1, 2, 3 ഇങ്ങനെയായിരിക്കും കാണുക. പിന്നീട് അതിൻ്റെ എണ്ണം കൂടും. പിന്നെ അത് സ്പ്രെഡാവും. പിന്നെ നമ്മളുടെ ഈ ഒരു ഫേസിൻ്റെ ഈ ഏരിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ വരാൻ തുടങ്ങും. കാരണം നമ്മുടെ ഫേസിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മളുടെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആദ്യം തന്നെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള ഏരിയയിലായിരിക്കും നമുക്ക് ആദ്യം തന്നെ വരുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ഏരിയയിലുള്ള സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഫേസ് ഇത്രയും നമുക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ വേറൊന്നും തന്നെയല്ല, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് 100% അതുകൊണ്ട് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 30 ഇയേഴ്സിൽ നമ്മൾ ഒരു സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും പറയും, ലൈഫ് ടൈമിലേക്ക് നമ്മൾ സ്കിന്നെ ഹെൽത്തി ആയിട്ടും എപ്പോഴും തന്നെ നമ്മൾ അടിപൊളി നല്ല രീതിയിൽ നമ്മളെ കാണുമ്പോൾ എപ്പോഴും ഓക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ സ്കിന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഏജ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 50-60 വയസ്സ് കഴിഞ്ഞവരിൽ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ എല്ലാവരുടെയും ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലമാണ് ഒരുപാട് നമുക്ക് കാണുന്നത്. അതിൻ്റെയൊക്കെ റീസൺ എന്ന് വെച്ചാൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ എന്താണ് സ്കിൻ കെയർ എന്നറിയില്ല, എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നറിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഒരുപാട് തെറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ എന്ന് വെച്ചാൽ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് പ്രോപ്പറായിട്ട് വന്നു. അത് മനസ്സിലാക്കാത്ത ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ പഠിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊക്കെ നോക്കിയാൽ പൗഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഫെയർ ആൻഡ് ലവ്ലി, അതുപോലത്തെ നമ്മൾ ഫെയർനെസ് ക്രീമുകൾ, പിന്നെന്താ വെച്ചാൽ ECC ക്രീം, BB ക്രീം, അങ്ങനെയുള്ള എല്ലാ ക്രീമുകളും പുറത്ത് പോകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒന്ന് വെളുക്കണം, പുറത്ത് പോകുമ്പോൾ ഒന്ന് ബ്രൈറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ഫെയർനെസ് ക്രീമുകൾ നമ്മൾ ഒരുപാട് ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും അതുമാത്രമല്ല, നമ്മൾ സ്കിന്നിനെ ഒന്ന് പ്രപ്പ് ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്യുന്നതും കൂടി ഓർക്കണം. അതായത് ക്ലെൻസ് ചെയ്യുകയോ ടോണർ യൂസ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാതെ സോപ്പ് നമ്മളെ സ്കിന്നിൻ്റെ pH അതൊന്നും നമ്മൾ ആരും തന്നെ നോക്കാറേ ഇല്ല. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാതെ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിനെ ഡാമേജ് ചെയ്ത് അതിൻ്റെ മേളിൽ ഹാർഷായിട്ടുള്ള കെമിക്കൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഈ ഫെയർനെസ് ക്രീമുകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നല്ല സംഭവമല്ല. മനസ്സിലായി? നമ്മളുടെ സ്കിന്നിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു ഹെൽത്തി ആക്കാനോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവം ഒന്നും തന്നെയല്ല. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഫെയർ ആൻഡ് ലവ്ലി മാത്രമല്ല കേട്ടോ, അതുപോലത്തെ ഫെയർനെസ് ക്രീമുകൾ നമ്മൾ ഒത്തിരി ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സൺസ്ക്രീൻ എന്താണെന്നോ സൺ പ്രൊട്ടക്ഷൻ വേണം അതിൻ്റെ ആവശ്യം എന്താണെന്നോ ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ക്രീമുകളോട്ട് നമ്മൾ പുറത്തും പോകും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ
അത് കഴിയുന്തോറും ഓരോ വർഷം കൂടുന്തോറും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഇതിനകത്തുള്ള സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയി ഡ്രൈ ആയി പതുക്കെ ഡ്രൈ ആവും. പിന്നെ ഡാർക്ക് സ്പോട്ടായി, പിന്നെ അത് പിഗ്മെൻ്റായി, പിന്നെ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഏജിലാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ചെറിയ കുട്ടികളോടല്ല കേട്ടോ, മെച്ചൂർഡായിട്ടുള്ള ഉള്ള ആൾക്കാർ നോക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന റിസൾട്ട്. എന്തെങ്കിലും ക്രീം വാങ്ങിച്ച് തേക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, പെട്ടെന്ന് വെളുക്കാനുള്ള ഫെയർനെസ് ക്രീമുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് വൈറ്റനിങ് ക്രീമുകൾ, ദയവ് ചെയ്ത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, വൈറ്റനിങ് ക്രീമിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, അതിൻ്റെ പുറകിൽ പോകരുത്. നിങ്ങളുടെ സ്കിൻ പാടേ ഇല്ലാതാകും. അത് 100% ഗ്യാരൻറ്റിയാണ്. ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും 10 ദിവസം കൊണ്ട് വെളുക്കുന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ എനിക്കിത് അത്രയും അറിയുന്നത് കൊണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളം വരുമെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ 100% നിങ്ങളോട് പറയുന്നത് പ്രശ്നം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും തന്നെ യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ പറയും, മാം സ്കിൻ കെയറിൻ്റെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും അറിയാത്തവർ ആയതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയറിൻ്റെ ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കിൻ കെയർ അറിയുന്നില്ല, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളത് ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും. അവരോട്, ഈ നെഗറ്റീവ് ചിന്തിക്കുന്നവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല. നോ കമൻറ്റ്സ്. നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാക്കി, അതും ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു ക്ലിയർ സ്കിന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഞാനുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ 3 മാസത്തേക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇത് ക്ലാസ് അല്ല, ഇത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് വേണം, നിങ്ങളുടെ സ്കിന്നിനെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. വീഡിയോ കോൾ വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ പിഗ്മെൻറ്റേഷനുള്ള ടോണർ ഞാൻ പറഞ്ഞുതരാം. വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടോണറാണ്. അതിലേക്ക് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബേ ലീവ്സ് എടുക്കുക. അതായത് നമ്മളുടെ എന്താ പറയുക, പട്ടയില്ലേ, അതിൻ്റെ ഇലയുണ്ടല്ലോ, ലീഫ് ഉണ്ടല്ലോ, അതാണ് ബേ ലീവ്സ്. അത് അത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടാനായിട്ട് നമുക്ക് കിട്ടും, ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും. അത് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഒരു 4-5 എണ്ണം അതെടുക്കുക. 2 കപ്പ് വെള്ളം വയ്ക്കുക. അതിലേക്ക് ഈ ബേ ലീവ്സ് ഇടുക. അതിലേക്ക് ഒരു 8 to 10 നമ്മളുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പൂ ക്ലോത്ത്, അതെടുക്കുക. ദെൻ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളത്തിൽ. എന്നിട്ടത് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. ഒരു 20 minutes എങ്കിലും നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് തണുത്തതിന് ശേഷം ആക്കി വയ്ക്കുക. സോ ഇത് നമ്മൾ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഫോക്കസ് ചെയ്ത് ആ ഏരിയയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിൽ ജസ്റ്റ് സ്പ്രേ വരുന്നില്ല, കുറച്ച് കൂടുതലാണ് വരുന്നത്, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. സോ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ആയിട്ടൊന്ന് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഏതെങ്കിലും മീൻസ് നിങ്ങൾക്ക്, എനിക്ക് അറിയുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഏജും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് നമുക്കിതിനകത്ത് വേണ്ടത് ബേ ലീവ്സ് ആണ്. കറുവപ്പട്ടയുടെ ഡ്രൈ ആയിട്ടുള്ള ബിരിയാണിക്കൊക്കെ നമ്മൾ മേടിക്കുന്ന ലീഫ് ഉണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് 5 എണ്ണം എടുക്കുക. അതിലേക്ക് ഒരു 7 to 8 ക്ലോത്ത്സ് എടുക്കുക. അതായത് നമ്മൾ ഗ്രാമ്പൂ എടുക്കുക. അത് നന്നായിട്ട് 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ടോണർ മാറ്റി വയ്ക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസ്കും കൂടെ നമുക്ക് റെഡിയാക്കാം. ആൻറ്റി ഏജിങ്ങിൻ്റെ ഉള്ള ഒരു മാസ്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമ്മളുടെ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഓട്സിലേക്ക് നമ്മളുടെ ഫ്ലാക്സ് സീഡ് ജെല്ലുണ്ടല്ലോ, അത് കുറച്ച് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് മാത്രം, അല്ലെങ്കിൽ അലോവേറ ജെല്ല് എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒരു 2 സ്പൂൺ ജെല്ലെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേറ എടുക്കുക, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് എടുക്കുക. ഫ്ലാക്സ് സീഡ് ജെല്ല് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാമെന്ന് വിചാരിക്കണം. അറിയാത്തവർ ബാക്കിലേക്ക് ഒന്ന് പോയിട്ട് ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. അപ്പോൾ അത് എടുക്കുക. അത് അല്ലെങ്കിൽ അലോവേറ എടുത്താൽ മതി. അലോവേറ എടുക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എല്ലാ വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് ചെയ്യും, കാരണം ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് കാണുവാണെങ്കിലോ, അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക്
അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക. സ്കിൻ നല്ലപോലെ ടൈറ്റ് ആവും, ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർ ചെയ്യേണ്ടത് മുൾട്ടാണി മെട്ടി എടുക്കുക കേട്ടോ. ഒന്നര സ്പൂണൊക്കെ എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ 7 to 8 ഡ്രോപ്പ് 4 to 5 ഡ്രോപ്സ് നമുക്ക് നമ്മളുടെ ടീ ട്രീ ഓയിൽ കിട്ടും. സോ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ഒരു നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച ടോണറിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പാക്കും, അതായത് ഫ്ലാക്സീഡിൻ്റെ ജെല്ലും, അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക ഓട്സിൻ്റെ പൗഡറും പറഞ്ഞല്ലോ, അതും നമുക്ക് ഇതുപോലെ ഈ ടോണറിൻ്റെ വെള്ളം നമുക്ക് ഈ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്നുകിൽ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ മുൾട്ടാണി മെട്ടി പൗഡർ എടുക്കാം, അതല്ല എങ്കിൽ ഓട്സ് എടുക്കാം. ഓയിലി ആണെങ്കിൽ അതിൻ്റെ കൂടെ ടീ ട്രീ ഓയിൽ ആണ് എടുക്കേണ്ടത് കേട്ടോ. ഒരു 4-5 ഡ്രോപ്സ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടായിരിക്കും. ഏത് പ്രൊഡക്റ്റ് ഏത് മാസ്ക് ആദ്യം അപ്ലൈ ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ് കേട്ടോ. എപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടെന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഹോം കെയർ ആയിട്ട് എന്തൊക്കെ ചെയ്താലും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ പ്രോപ്പർ സ്കിൻ കെയറും കൂടെ നമ്മൾ കൊണ്ടുപോകണം. എന്നാലേ നമ്മളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തിനു വേണ്ടി നമ്മൾ ഓടിയിട്ടും കാര്യമില്ല. ഫസ്റ്റ് നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസും സന്തോഷമൊക്കെ വരണമെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിതെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ടോണർ അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷൻ ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് സൂപ്പർബായിട്ടുള്ള ടോണറാണ്. എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ മാസ്കും സൂപ്പർ റിസൾട്ടായിരിക്കും കേട്ടോ. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും അതുപോലെ തന്നെ നമ്മളുടെ ഓട്സും മിക്സ് ചെയ്ത് ഇട്ടാൽ നല്ല ടൈറ്റാവും. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും, നല്ല ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം, അറിയിക്കണം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ പേഴ്സണൽ ഗൈഡൻസ് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നമ്മളുടെ നമ്പർ ഉണ്ട് കേട്ടോ, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവർ, കുറേ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഇതിൽ ഫീസ് ഉണ്ടെന്നൊക്കെ. 3 മാസത്തേക്ക് ഇത് ഫ്രീ അല്ല, 5,000 ഉണ്ട്. ഞാൻ 3 മാസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5,000 നമുക്കിതിനകത്ത് ഫീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.